വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൈക്കോളജിയിൽ നമ്മൾ ആൽഗേൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നോക്കുന്നത്. അതിൽ നമുക്ക് ഫ്രിച്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. 1935 ഫ്രിച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആൽഗൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദ സ്ട്രക്ചർ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗെ എന്ന് പറയുന്ന ബുക്കിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം 11 ക്ലാസ്സായിട്ടാണ് അദ്ദേഹം ആൽഗേനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൽഗേനെ 11 ക്ലാസ്സായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? അതിൻ്റെ പിഗ്മെൻറ്റേഷൻ, ഫ്ലജെല്ലയിൻ്റെ ടൈപ്പ്, താലസിൻ്റെ സ്ട്രക്ചർ, പിന്നെ അസിമിലേറ്ററി പ്രൊഡക്ട്സിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അതിൻ്റെയൊക്കെ ഈ ഒരു 5 ഫാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ 5 ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആൽഗേനെ 11 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ക്ലോറോഫൈസിയ, സാന്തോഫൈസിയ, ക്രൈസോഫൈസിയ, വാക്സിലറിയോഫൈസിയ, ക്രിപ്റ്റോഫൈസിയ, ഡയനോഫൈസിയ, ക്ലോറോമൊണാഡിനിയെ, യൂഗ്ലിനോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ, മിക്സോഫൈസിയ അല്ലെങ്കിൽ സൈനോഫൈസിയ. ഇങ്ങനെ 11 ക്ലാസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ആൽഗേനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ ഓരോ ക്ലാസ്സിൻ്റെയും സ്പെഷ്യാലിറ്റീസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പാണ് എന്ത്, ക്ലോറോഫൈസിയ എന്ന് പറയുന്നത്. ഇത് ഗ്രീൻ ആൽഗയാണ്. ഗ്രീൻ ആൽഗെ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ക്ലോറോഫൈസി എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ക്ലോറോഫൈസി, ഗ്രീൻ ആൽഗെ. ഓക്കെ, ഇത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ വാട്ടർ, ഫ്രഷ് അല്ലെങ്കിൽ മറൈൻ വാട്ടറിൽ കാണുന്നതാണ്. യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ ആയിട്ടുള്ള ബോഡിയാണ് ഇതിനുള്ളത്. യൂക്കാരിയോട്ടിക് ആണ്. സെൽവാൾ എന്ന് പറയുന്നത് സെല്ലുലോസിക് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇതിൽ ക്ലോറോഫിൽ എയും ബിയും ആണ് പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ളത് ക്ലോറോഫിൽ എയും ബിയും ആണ്. പിന്നെ ആൽഫ, ബീറ്റ, ഗാമ കാരോട്ടീൻസും ലൈക്കോപ്പീൻസും എക്സസെൻസും ഒക്കെ പ്രസൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പിഗ്മെൻറ്റ്സിൻ്റെയും റിസർവ് ഫുഡ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗാമസ് ആണ്. അനൈസോഗാമസ് ആൻഡ് ഊഗാമസ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, സൂസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇവരിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഓക്കെ, ഇനി മെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത്, ഇവരുടെ മെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലജെല്ലൈറ്റ് ആണ്. ഫ്ലജെല്ല ഉള്ളതുകൊണ്ട് തന്നെ എന്തായിരിക്കും, മോട്ടൈലായിരിക്കും. ഇതിൻ്റെ ഫ്ലജെല്ലിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഐസോകോണ്ടായിട്ടുള്ള ഫ്ലജെല്ലയാണ്. അതായത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള, രണ്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇപ്പോൾ 2 ഫ്ലജെല്ല ഉണ്ടെങ്കിൽ രണ്ടിനും ഒരേ സൈസും ഒരേ ഷേപ്പും അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ സീലിയ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ്. ഓക്കെ, ഇനി ഈ ഒരു ക്ലാസ്, ഈ ക്ലോറോഫൈസി എന്ന് പറയുന്ന ക്ലാസ്സിനെ ഫ്രിച്ച് 9 ഓർഡേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേതാണ് എന്ത്, വോൾവോക്കെയിൽസിൽ വരുന്നതാണ് നമ്മുടെ വോൾവോക്സും ക്ലാമിഡോമോണോസും ഒക്കെ. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന ആൾക്കാരാണ് വോൾവോക്സ്, ക്ലാമിഡോമോണോസ് ഒക്കെ. പിന്നെ വരുന്ന ക്ലോറോകോക്കെയിൽസ്, അതിൽ ക്ലോറല്ല വരുന്നുണ്ട്. യൂളോത്രിക്കെയിൽസിൽ യൂളോത്രിക്സ്, ക്ലാഡോഫോറൈൽസിൽ ക്ലാഡോഫോറ, ഹീറ്റോഫോറൈസിൽ ഫ്രിച്ചിലിയ, ഉഡഗോണിയൽസിൽ ഉഡഗോണിയം, കോഞ്ചുഗേൽസിൽ സിഗ്നേമ നമുക്ക് അത്ര ഫെമിലിയർ അല്ല. ബാക്കിയെല്ലാം നമുക്ക് പരിചയമുള്ള ആൽഗേസ് ആണ്. പിന്നെ സൈഫോണൈൽസിൽ വരുന്നതാണ് വൗച്ചേറിയ, കാരൈൽസിൽ വരുന്ന കാര. ഓക്കെ, ഇത്രയും 9 ഓർഡേഴ്സ് ആയിട്ടാണ് എന്താ ക്ലോറോഫൈസി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് വരുന്നത് സാന്തോഫൈസിയാണ്. സാന്തോഫൈസിയുടെ പ്രത്യേകത എന്താണ്, അത് യെല്ലോ ഗ്രീൻ ആൽഗയാണ്. അപ്പോൾ നമ്മൾ ക്ലോറോഫൈസി എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ്, സാന്തോഫൈസി എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ ആൽഗയാണ്. ഇത് ഫ്രഷ് വാട്ടർ ആൽഗയാണ്. യൂണിസെല്ലാർ ടു സൈഫോണേഷ്യസ് ആയിട്ടുള്ള ബോഡിയാണ് ഇവർക്ക് ഉണ്ടാവുക. യൂക്കാരിയോട്ടിക് ആണ് അവർ, നേരത്തെ പോലെ തന്നെ യൂക്കാരിയോട്ടിക് ആണ്. ഇതിൻ്റെ സെൽവാൾ എന്ന് പറയുന്നത് പെക്റ്റിൻ ആൻഡ് സിലിക്കോണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റേത് സെല്ലുലോസിക് ആയിരുന്നു, ഇത് പെക്റ്റിൻ ആൻഡ് സിലിക്കയാണ്. പിന്നെ ഇതിൻ്റെ പിഗ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറോഫിൽ എയും ഇയുമാണ് സാന്തോഫൈസിയയിൽ കാണുന്നത്. ക്ലോറോഫിൽ എയും ഇയുമാണ് കാണുന്നത്. പിന്നെ ബീറ്റ കാരോട്ടിൻ, നിയോസാന്തിനൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇതുപോലെ എന്താണ്, ഫാറ്റാണ് ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പൈറിനോയിഡ്സും സ്റ്റാർച്ചും എന്താണ്, ആബ്സെൻ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അനൈസോഗാമസ് ആൻഡ് ഊഗാമസ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ സൂസ്പോ ഫോർമേഷൻ ഉണ്ട്. ഫീമെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, മെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലജെല്ലൈറ്റ് ആണ്. നേരത്തെ അതേ കോമൺ പോയിൻറ്റ്സ് തന്നെയാണ്. പിന്നെ എന്താണ്, ഫ്ലജെല്ല എന്ന് പറയുന്നത് എന്താണ്, നേരത്തേന്ന്
നോക്കുമ്പോൾ എന്താണ് ഹെട്രോകോണ്ട് ആയിട്ടുള്ള ഫ്ലജല്ലയാണ് കാണുന്നത്. അതായത് ഐഡൻറ്റിക്കൽ അല്ല. ഫ്ലജല്ലാസ് എന്ന് പറയുന്നത് ഡിസിമിലർ ആയിട്ടുള്ള ഫ്ലജല്ലയാണ് ഇവർക്കുള്ളത്. ലൈഫ് സൈക്കിൾ നേരത്തെ പോലെ തന്നെ എന്താണ് ഹാപ്ലോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ്. ഇനി നമ്മൾ അതിന് മുന്നേ അദ്ദേഹം എന്തായിട്ടുണ്ട്, ഫ്രിച്ച് ഇതിനെ സാന്തോഫൈസിയനെ 4 ഓർഡറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെട്രോക്ലോറിഡൈൽസ്, ഹെട്രോകൊക്കൈൽസ്, ഹെട്രോട്രൈക്കൈൽസ്, ഹെട്രോസൈഫോണൈൽസ്. അതിൽ കുറച്ച് കോമൺ ആയിട്ട് നമുക്ക് അറിയുന്നതാണ് ബോട്രിഡി എന്ന് പറയുന്ന ഇത്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. ഇനി വരുന്നത് ഏതാണ്, ക്രൈസോഫൈസിയൻ. ക്രൈസോഫൈസിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡൻ ബ്രൗൺ ആൽഗയാണ്. അതിൻ്റെ പിഗ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ക്ലോറോഫിൽ ഉണ്ട്, യെല്ലോ ഗ്രീൻ പിഗ്മെൻറ്റ്സ് ഉണ്ട്. ഈ ക്രൈസോഫൈസിക്കൊന്നും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. ക്ലോറോഫൈസി, സാന്തോഫൈസിയ, ഫിയോഫൈസിയ, ബാസിലാരോഫൈസിയ, റോഡോഫൈസിയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈനോഫൈസിയ മെമ്പേഴ്സിനൊക്കെയാണ്. അപ്പോൾ ക്രൈസോഫൈസിക്കൊന്നും അത്രത്തോളം നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കൊളോണിയൽ ഫോമും യൂണിസെല്ലാർ മൾട്ടിസെല്ലാർ ഫോംസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചിഷ് കളർ കൊടുക്കുന്നത് ഫൈക്കോക്രൈസിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. പിന്നെ ഫൈക്കോസയാനിനും ഇതിലുണ്ട്. അതിൽ സെൽവാൾ ഉണ്ടാവാതിരിക്കാം. ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഓവർലാപ്ഡ് ആൻഡ് ഹാഫ്ഡ് ആയിരിക്കും. പിന്നെ സിലിക്കിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റുകളുണ്ട്. 1 or 3 ഫ്ലജല്ലാസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൂവോസിനാണ്. ഓക്കെ, അത്രയാണ് ഈ ഒരു ക്രൈസോഫൈസിയയിൽ വരുന്നത്. അതിന് 3 ഓർഡറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രൈസോമോണോഡൈൽസ്, ക്രൈസോസെഫാറൈൽസ്, ക്രൈസോട്രൈക്കൈൽസ്. അങ്ങനെ 3 ഓർഡേഴ്സായിട്ട് ഈ ഒരു ക്രൈസോഫൈസിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ എന്താക്കിയിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാസിലാരോഫൈസിയാണ് വരുന്നത്. ബാസിലാരോഫൈസിയ എന്ന് പറയുമ്പം അതിലാണ് നമ്മുടെ ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഇത് യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആൽഗയാണ്. ഇത് ഫ്രഷ് വാട്ടറുണ്ട്, മറൈനുണ്ട്. മെജോറിറ്റി യൂണിസെല്ലാറാണ്. ചിലതൊക്കെ എന്താണ് മൾട്ടി ആൻഡ് കൊളോണിയൽ ഫോംസ് കാണിക്കുന്നുണ്ട്. യൂക്കാരിയോട്ടിക് ആണ്. അതുപോലെ ഇതിലുള്ള പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ ഉണ്ട്. പിന്നെ സാന്തോഫിൽസ് ഉണ്ട്, ബീറ്റ കാരോട്ടിൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ അതുപോലെ തന്നെ എന്താണ് ഫാറ്റ് അല്ലെങ്കിൽ വോൾട്ടിൻസ് ആണ് ഇതിൻ്റെ എന്താണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. പിന്നെ ഇതിനൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അതായത് ഓക്സോസ്പോർ ഫോർമേഷൻ ഈ ബാസിലോറോഫൈസിയൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്താ ഓക്സോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ മെയിൽ ഗാമറ്റ് അതുപോലെ തന്നെ ഫ്ലജല്ലൈറ്റ് ആണ്, 1 or 2 ഉണ്ടാവാം. ഓക്കെ, പിന്നെ എന്താണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്താണ്, ഡിപ്ലോണ്ടിക് ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ എന്തായിരുന്നു, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളായിരുന്നു. ഇതിൽ വരുന്ന 2 ഗ്രൂപ്പ്സാണ് എന്താ, 2 ഓർഡേഴ്സാണ്, സെൻട്രൈൽസും പെന്നൈൽസും. ഓക്കെ, ഇനി വരുന്നത് ക്രിപ്റ്റോഫൈസിയാണ്. ക്രിപ്റ്റോഫൈസി എന്ന് പറയുന്നത് ഗ്രീൻ, റെഡ്, ഗ്രീനിഷ് ബ്ലൂ, ഒലീവ് ഗ്രീൻ അങ്ങനത്തെ ആ ഒരു കളറിലാണ് കാണുന്നത്. മെയിൻലി ഫ്രഷ് വാട്ടർ ആണ്, പക്ഷേ ചിലതൊക്കെ എന്താണ് മറൈനും ഉണ്ട്. പിന്നെ ഇതിന് 2 ലാർജ് ആയിട്ടുള്ള പാരൈറ്റൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ 2 ഫ്ലജല്ല ഉണ്ട്, അത് അൺഈക്വൽ ആണ്. അതുപോലെ തന്നെ സിസ്റ്റും കാണുന്നുണ്ട്. ഇതിന് 2 ഓർഡേഴ്സാണ് ഉള്ളത്, ക്രിപ്റ്റോമോണോഡൈൽസും ക്രിപ്റ്റോകൊക്കൈൽസും. അങ്ങനെ 2 ഓർഡേഴ്സാണ് ഈ ഒരു ക്രിപ്റ്റോഫൈസിയയിലുള്ളത്. പിന്നെ നമ്മൾ ഡയനോഫൈസിയാണ് നോക്കുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് അല്ല, അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നത്. പിന്നെ ഡയനോഫൈസിയൻ്റെതാണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് യെല്ലോ കളറാണ്, യൂണിസെല്ലാറാണ്, മോട്ടൈലാണ്. പിന്നെന്താണ് ഫിലമെൻറ്റസ് ആണ്. പിന്നെ ഇതിന് ലോങ്ജിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഫറൂസ് കാണുന്നുണ്ട്. പിന്നെ ലാർജ് ന്യൂക്ലിയസും അതുപോലെ തന്നെ ഡിസ്കോയ്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റോഫോഴ്സ് ഉണ്ട്. സെൽവാൾ എന്ന് പറയുന്നത് സ്കൾപ്ചേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബൈഫ്ലജലൈറ്റ് ആയിട്ടുള്ള ആൽഗയാണ് എന്ത് ഡയനോഫൈസി എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓയിൽ അല്ലെങ്കിൽ സ്റ്റാർച്ചാണ്. ഓക്കെ, ഇതിൽ 6 ഓർഡേഴ്സാണുള്ളത്. ഡെസ്മോണഡൈൽസ്, ഡയനോഫൈസൈൽസ്, ടീക്കറ്റൈൽസ്, ഡയനോഫ്ലജല്ലൈറ്റ, ഡയനോകൊക്കൈൽസ്, ഡയനോട്രൈക്കൈൽസ്. അങ്ങനെ 6 ഓർഡേഴ്സാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. പിന്നെ ക്ലോറോമൊണേഡിയയാണ്. ക്ലോറോമൊണേഡിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ക്ലോറോമൊണാഡിനിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രൈറ്റ് അല്ലെങ്കിൽ ഒലീവ് ഗ്രീൻ കളറാണ്. അബണ്ടൻസ് ആന്തോഫിൽ ഉണ്ട്. ഡിസ്കോയിഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലോങ്ജിറ്റ്യൂഡിനൽ ഡിവിഷൻ വഴിയാണ്. ഇതിലൊരൊറ്റ ഓർഡറേ ഉള്ളൂ, ക്ലോറോമൊണാഡൈൽസ് എന്ന് പറയുന്ന ഒരു ഓർഡർ മാത്രമേ ഈ ഒരു ഗ്രൂപ്പിനുള്ളൂ, ഈ ഒരു ക്ലാസ്സിലുള്ളൂ. ഇനി അടുത്ത വരുന്ന യൂഗ്ലിനോഫൈസിയാണ്. യൂഗ്ലിനോഫൈസി യൂണിസെല്ലാറാണ്, ഫ്ലജല്ലേറ്റ്സ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ അനിമലിൻ്റെയും പ്ലാന്റിൻ്റെയും ക്യാരക്ടർ കാണിക്കും. പിന്നെ ഇത് സോളിറ്ററി ആവാം അല്ലെങ്കിൽ കൊളോണിയൽ ആവാം. അതിന് ഐസ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെയ്ക്കഡും ആണ്, സിലിയേറ്റും ആണ്. പിന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആനിമൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മൈക്രോസ്കോപ്പിക് ആണ്. അതുപോലെ തന്നെ ആനിമൽ സ്ട്രക്ചേഴ്സ് പോലെ തോന്നും. ഓക്കെ, ഇതിലുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂഗ്ലീനിയൽസ് എന്ന് പറയുന്ന ഒരു ഓർഡറാണ് ഇതിലുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ ഫിയോഫൈസിയ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മുടെ ബ്രൗൺ ആൽഗയാണ് എന്താ ഫിയോഫൈസിയ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയാണ്. ഇത് മറൈൻ ആൽഗയാണ്. ഇത് യൂണി അല്ലെങ്കിൽ മൾട്ടി ഉണ്ടാവും. ഓക്കെ, പിന്നെ യൂക്കാരോട്ടിക് ആണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഗ്രാന്യൂൾസ് ഉണ്ട് വെസിക്കിൾസിൽ. പിന്നെ ഇതിൻ്റെ പിഗ്മെൻറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറോഫിൽ എയും സിയും അതുപോലെ തന്നെ ഫ്യൂക്കസ് എന്ന് പറയുന്ന പിഗ്മെൻറ്റ്സ് ഈ ഒരു ഫിയോഫൈസിയയിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയലും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് കുറച്ചുകൂടെ എന്താണ്, നമുക്ക് ഫിയോഫൈസിയ റോഡോഫൈസിയ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. വെസലറോഫൈസിയ, സാന്തോഫൈസിയ, അതുപോലെ തന്നെ സയനോഫൈസിയ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോളൊക്കെയാണ് ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഐസോ അനൈസോ ഊഗാമസ് നടക്കുന്നുണ്ട്. സൂസ്പോ ഫോമേഷൻ നടക്കുന്നുണ്ട്. മെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്ലജെല്ലൈറ്റ് ആയിരിക്കും. ഫ്ലജെല്ല എന്ന് പറയുന്നത് ഹെട്രോകോണ്ട് ആയിരിക്കും. ലൈഫ് സൈക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിപ്ലോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഡിപ്ലോബയോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇവരിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നുണ്ട് ഫിയോഫൈസിയയിൽ. ഇതിൽ 9 ഓർഡേഴ്സ് ആയിട്ടാണ് ഫ്രിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 9 ഓർഡേഴ്സ് ആയിട്ടാണ്. അതിൽ വരുന്നത് എക്ടോകാർപ്പേൽസ്, ടീലോപ്റ്റെറിഡേൽസ്, കട്ട്ലേറിയൽസ്, സ്പോറോക്നേൽസ്, ഡസ്മാറിസ്റ്റിയൽസ്, ലാമിനേരിയൽസ്, സഫലേറിയൽസ്, സ്പാസിലേറിയൽസ്, ഡിക്റ്റോട്ടേൽസ്, ഫ്യൂക്കേൽസ്, അങ്ങനെ 9 ഓർഡേഴ്സാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് എന്താ, അത് നമ്മൾ ഫ്യൂക്കേൽസിലൊക്കെ വരുന്നതാണ് നമ്മുടെ ഫ്യൂക്കസ്, സർഗാസൊക്കെ. ഡിക്റ്റോട്ടേൽസിൽ ഡിക്റ്റോട്ട, ലാമിനേരിയൽസിൽ ലാമിനേറിയ, എക്ടോകാർപ്പൽസിൽ എക്ടോകാർപ്പസ്, അങ്ങനെ നമുക്കറിയുന്ന കുറച്ച് ആൽഗേസ് ആണ് അതൊക്കെ. അപ്പം അടുത്തൊരു ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡോഫൈസിയാണ്. റോഡോഫൈസിയൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അപ്പം നിങ്ങൾ ഓരോന്നും എത്ര ഓർഡേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതെന്നൊക്കെ ഓർത്ത് വയ്ക്കാം. ഇപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 4 കൊല്ലം വരെ ചോദിച്ചിട്ടില്ല. ഈ ഒരു 4 വർഷത്തെ, അതായത് നമ്മൾ 2020, 2021, 2022, 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴൊന്നും ക്ലാസിഫിക്കേഷനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇനി വരുമോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. ഓരോന്നിൻ്റെയും സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ നോക്കുക. അതായത് നമ്മൾ റോഡോഫൈസിയനെ കുറിച്ചൊക്കെ ഇനി പിന്നെയും പഠിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ചെറിയ ചെറിയ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, പിന്നെ ഓരോന്നും എത്ര ഓർഡേഴ്സ് ആക്കിയെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി റോഡോഫൈസിയാണ് വരുന്നത്. റോഡോഫൈസിയ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറൈനാണ്. മൾട്ടിസെല്ലാർ അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആണ്. പിന്നെന്താണ്, ഫിലമെൻറ്റസ് ടു പാരങ്കൈമാറ്റസ് ബോഡിയാണ് അവർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ യൂക്കാരോട്ടിക് ആണ്. ക്ലോറോഫിൽ എയും ഡിയും ആണ് ഇതിൻ്റെ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈക്കോ എറിത്രിൻ, അതൊക്കെയാണ് റോഡോഫൈസിയയിലുള്ള പിഗ്മെൻറ്റ്സ്. പിന്നെ ഇതിലുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ് റോഡോഫൈസിയൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഊഗമിയാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഊഗമിയാണ്. ഇതിൽ എന്താണ്, സൂസ്പോർ എന്ന് പറയുന്നത് ഇതിൽ കാണാറില്ല, ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ മെയിൽ ഗാമേറ്റ്സ് നോൺ ഫ്ലജെല്ലൈറ്റ് ആണ്.
ഇതിൻ്റെ ലൈഫ് സൈക്കിളും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫിയോഫൈസിയൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഹാപ്ലോഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ ഹാപ്ലോഡിപ്ലോണ്ടിക് അല്ലെങ്കിൽ ഡിപ്ലോബയോണ്ടിക് ആണ്. ഇതിന് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനും കാണിക്കുന്നുണ്ട്. ഇതിനെ 7 ഓർഡേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേതൊക്കെയാണ്? ബാങ്കിയൽസ്, അതിലാണ് പോറിഫെറ വരുന്നത്. പിന്നെ നെമലോണിയൽസ്, അതിലാണ് ബെട്രാച്ചോസ്പോമം വരുന്നത്. ജെല്ലീഡിയം, ക്രിപ്റ്റോണിമേൽസ്. പിന്നെ ജെറാൻഷിയൽസിൽ അതിലാണ് ഗാസിലേറിയ വരുന്നത്. റോഡോമിനിയൽസ്, അതിലാണ് ചാമ്പിയ, അതുപോലെ തന്നെ റോഡിമിനിയ വരുന്നത്. പിന്നെ സെറാമിയൽസിലാണ് പോളിസിഫോണിയ വരുന്നത്. അപ്പോൾ ഇത്രയാണ് റോഡോഫൈസിയയിൽ വരുന്ന ഓർഡേഴ്സ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? മിക്സോഫൈസിയാണ്. മിക്സോഫൈസിയ അല്ലെങ്കിൽ സൈനോഫൈസിയ. ഇത് മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ ആണ്. ഇതിനെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗി എന്നും പറയും. കുറച്ചെണ്ണം മറൈനാണ്. യൂണിസെല്ലാർ അല്ലെങ്കിൽ മൾട്ടിസെല്ലാർ ആണ്. അതുപോലെ തന്നെ നല്ല ഫിലമെൻ്റസ് ബോഡിയാണ് ഇവർക്കുള്ളത്. ഇവിടെയാണ് സെൽസ് പ്രോകാരിയോട്ടിക് ആണ്. ബാക്കിയുള്ളതും യൂകാരിയോട്ടിക് ആണ്. ഇത് പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സെല്ലാണ് ഇവർക്കുള്ളത്. ഇതിൽ ക്ലോറോഫിൽ എ ഉണ്ട്, ബീറ്റാ കാരോട്ടിൻ ഉണ്ട്, മിക്സോസാന്തിൻ ഉണ്ട്, ഫൈക്കോഎറിത്തിൻ, ഫൈക്കോസയാനിൻ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽ സൈനോഫൈസിയൻ സ്റ്റാർച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ സൈനോഫൈസിൻ. ഇതൊരു പ്രോട്ടീനാണ് സൈനോഫൈസിൻ എന്ന് പറയുന്നത്. പിന്നെ സൈനോഫൈസിയൻ സ്റ്റാർച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ സൂസ്പോ ഫോമേഷൻ ആബ്സെൻ്റ് ആണ്. ഫ്ലജെല്ലിയം ആബ്സെൻ്റ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഇതിനെ 5 ഓർഡേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊറോക്കോക്കേൽസ്, ചാമസിഫോണിയൽസിലാണ് ഡെർമോകാർപ്പ വരുന്നത്. പിന്നെ പ്ലൂറോകാർപ്പേൽസ്, നോസ്റ്റോക്കേൽസിലാണ് നമ്മുടെ നോസ്റ്റോക്ക്, അനബീന, സ്പൈറുലിനൊക്കെ വരുന്നത്. പിന്നെ സ്റ്റിക്നോണിമേറ്റേൽസ് നമുക്ക് കുറച്ച് പാടുണ്ടാകും. ഓരോ പ്രൊനൗൺസിയേഷൻ പലതിലും പല പോലെ ആയിരിക്കും. അപ്പോൾ സ്റ്റിക്നോണിമേറ്റേൽസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ക്ലാസ്. 5 ഓർഡേഴ്സാണ് ഇതിൽ വരുന്നത്. ഈ 11 ക്ലാസ് കൂടാതെ നെമറ്റോഫൈസി എന്ന് പറയുന്ന ഒരു ഫോസിൽ ഗ്രൂപ്പിനെ കൂടെ ഫ്രിച്ച് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ജനേറാസാണുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ട്രൂ അഫിനിറ്റീസൊക്കെ നമുക്ക് അൺനോൺ ആണ്. പിന്നെ അതിന് കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ക്ലോറോഫൈസിയുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ സ്പോർ ടെട്രാഡ് എന്ന് പറയുന്നത് റോഡോഫൈസിയയുമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് നെമറ്റോഫൈസിയ എന്ന് പറയുന്നത്. അതൊരു ഫോസിൽ ഗ്രൂപ്പാണ്. അതും അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലതിൽ 12 ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് പറയാറ്. പക്ഷേ ശരിക്കും 11 ക്ലാസ് കൂടാതെ ഒരു ഗ്രൂപ്പിനെ കൂടി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറേ ബുക്സിൽ നോക്കിക്കഴിഞ്ഞാൽ 11 ക്ലാസ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ ഓരോ ക്ലാസ്സിലും എത്ര ഓർഡേഴ്സ് വരുന്നുണ്ടെന്ന് ജസ്റ്റ് നോക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലോറോഫൈസിയയിലാണെന്നുണ്ടെങ്കിൽ 9 ഓർഡേഴ്സാണ് വരുന്നത്. സാന്തോഫൈസിയയിൽ 4 ഓർഡേഴ്സാണ്. നമ്മൾ ക്രൈസോഫൈസിയയിൽ 3 ഓർഡേഴ്സാണ്. ബാസിലാരിയോഫൈസിയയിൽ 2 ഓർഡേഴ്സാണ്. ക്രിപ്റ്റോഫൈസിയയിൽ 2 ഓർഡേഴ്സാണ്. ഡൈനോഫൈസിയയിൽ 6 ഓർഡേഴ്സാണ് വരുന്നത്. പിന്നെ ക്ലോറോമൊണിഡിയയിലൊക്കെ 1 ഓർഡറുള്ളൂ. യൂഗ്ലിനോഫൈസിയയിലും 1 ഉള്ളൂ. പിന്നെ ഫിയോഫൈസിയയിൽ 9 ഓർഡേഴ്സ് വരുന്നുണ്ട്. റോഡോഫൈസിയയിൽ 7 ഓർഡേഴ്സ് വരുന്നുണ്ട്. മിക്സോഫൈസിയ അല്ലെങ്കിൽ സൈനോഫൈസിയയിൽ 5 ഓർഡേഴ്സ്. അങ്ങനെ ഓർഡേഴ്സ് എത്രയാണ് വരുന്നതെന്നൊക്കെ ഓർത്ത് വയ്ക്കുക. എല്ലാ ഓർഡേഴ്സിൻ്റെയും പേര് ഓർമ്മയില്ലെങ്കിലും ഏകദേശം നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഓർത്ത് വയ്ക്കുക. എല്ലാ ഓർഡേഴ്സും പഠിച്ചോളണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഫ്രിച്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് കുറച്ചുകൂടെ ഫേമസും ആക്സെപ്റ്റഡും ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. 1935 കൊണ്ടുവന്നത്. പിന്നെ ഏത് ബുക്കിലാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തതെന്ന് ഓർക്കുക. എന്തിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതെന്ന് ഓർക്കുക. പിന്നെ അവരുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ആ 11 ക്ലാസ് എഴുതുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം വേറൊരു ഗ്രൂപ്പും കൂടി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 11 ക്ലാസ് കൂടാതെ നെമറ്റോഫൈസി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 ജനറയാണ് ഉള്ളത്. നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ ഓരോ ക്ലാസ്സിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോറോഫൈസി, സാന്തോഫൈസി, ബാസിലോറോഫൈസി, ഫിയോഫൈസി, റോഡോഫൈസി, മിക്സോഫൈസി, അതിൻ്റെയൊക്കെ ക്യാരക്ടർ നമുക്ക് കുറച്ചും കൂടെ അറിയുന്നുണ്ടാവും. അത് കുറച്ചുകൂടെ മെൻഷൻ ചെയ്ത് എഴുതാം. ബാക്കിയൊക്കെ ലൈറ്റായിട്ട് എന്തെങ്കിലും 1-2 പോയിൻറ്റ്സിൽ ചുരുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കെന്ത് ഫ്രിച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുത്താൽ മതിയായിരിക്കും. അത്രയും ഡീപ്പായിട്ട് എല്ലാ ഓർഡേഴ്സിൻ്റെ പേരും ചിലപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇതുവരെ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഇനി കാണുമെന്ന് ഉറപ്പില്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അത്രയാണ് നമുക്കെന്ത് ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.